ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അരുൺ സാറിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പോൾ ഡ്രസ് വർക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് മെറ്റൽ പൈപ്പും ഫുൾ ലെങ്ത് പൈപ്പും അല്ലാതെ കട്ട് പീസുകളെല്ലാം ബാലൻസ് വന്നു. അപ്പോൾ ആ ഫുൾ ലെങ്ത് പൈപ്പൊക്കെ നമ്മൾ അതിൻ്റെ വില കൊടുത്ത് വാങ്ങിച്ചു. കാരണം നമുക്ക് അടുക്കളയുടെ സൈഡിലൊരു വർക്ക് ഏരിയ ഉണ്ടാക്കണം സ്വന്തമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പക്ഷേ ആ കട്ട് പീസുകളെല്ലാം നമുക്ക് വെറുതെ തന്നു. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് നമ്മളിന്നൊരു അടിപൊളി ടേബിൾ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഒരു ഗേറ്റ് പണിതിരുന്നു സ്വന്തമായിട്ട്, സിൽവർ പ്ലേ ബട്ടൺ ഗേറ്റ്. അത് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിരുന്നു. ആ ഗേറ്റ് പണിതതിൻ്റെ ബാലൻസ് കൊണ്ട് നമ്മളൊരു ഇതുപോലെ ഒരു സിറ്റിംഗ് ബെഞ്ചും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ബെഞ്ചിന് ഇടാൻ പാകത്തിന് നമ്മളൊരു അടിപൊളി ടേബിൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ടൈൽ വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് ഗ്ലാഡിങ് ടൈലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്ലാഡിങ് ടൈലൊക്കെ മേളിൽ ഇടാൻ പാകത്തിന് ഒരു കറക്റ്റ് 3 ടൈലിൻ്റെ അളവിന് നമ്മൾ ഒരു അടിപൊളി ടേബിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതെപ്പോഴോ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സ്ക്രാപ്പ് മർച്ചൻ്റാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അതായത് ഞാൻ അതിൻ്റെ ആ ട്രോളി വീലിന് വേണ്ടിയിട്ടാണ് ഈ 2 ബേസ്മെൻറ്റ് എടുത്തുകൊണ്ട് വന്നത്. റൊട്ടേറ്റിംഗ് ചെയറിൻ്റെ ബേസാണ്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് ആ വീല് എടുത്തതിന് ശേഷം ആ ഒരു ബേസ്മെൻറ്റ് നമ്മൾ ടേബിളിൻ്റെ ബേസ് ആക്കുകയാണ്. ആ റൗണ്ട് പൈപ്പ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കിട്ട് അടിച്ച് കയറ്റിയത്. പഴയ ഒരു സോ ബ്ലേഡും പിന്നെ പോളിഷ് റോഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രിൽ ബിറ്റാണിത്. ഇത് മണ്ണ് കുഴിക്കാൻ വേണ്ടിയിട്ടും ചെടി നടാനും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പില്ലറൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ആ റൊട്ടേറ്റിംഗ് ചെയറിൻ്റെ ബേസ്മെൻറ്റ് നല്ല ടൈറ്റായിട്ട് ആ ഒരു കാലയിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇടിച്ച് താത്തുകയാണ്. മുറ്റത്തെ മണ്ണിന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് താത്തുന്നില്ല. സ്പിരിറ്റ് ലെവലെല്ലാം നോക്കി നല്ല ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടിവശം കോൺക്രീറ്റ് ചെയ്തെടുക്കണം. ഫ്ലക്സ് ക്വിക്കും മണ്ണും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. അതായത് ഫ്ലക്സ് ക്വിക്ക് ഏതെങ്കിലും ഒരു ഗ്യാപ്പിലേക്ക് ഒഴിച്ചിട്ട് നമ്മളവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എംസീലിനേക്കാളും സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ശകലം പോലും ഇളക്കം തട്ടിയല്ല. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
നമ്മുടെ സിറ്റ് ഔട്ട് പണിതപ്പോഴത്തേക്കും ബാലൻസ് വന്ന ക്ലാഡിംഗ് ടൈലാണ്. ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവിന് കറക്റ്റ് 3 വെക്കാൻ പാകത്തിനാണ് നമ്മൾ ഈ ടേബിളിൻ്റെ ടോപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ 3Mൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഇടവിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ടൈലിനൊരു കുഷൻ എഫക്റ്റും വരും, നന്നായിട്ട് അത് ഇരുന്നോളും സെറ്റായിട്ട്. അതിനുശേഷം ഫെവിക്കോളിൻ്റെ 2 പശകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് അറാൾഡൈറ്റൊക്കെ പോലെ ഒരു ½ ആൻ അവറിൽ ഫിക്സ് ആവുന്ന പശയുണ്ട്. ടൈലൊക്കെ ഒട്ടിക്കാൻ നല്ലതാണ്. അപ്പോൾ അത് ഈ എഡ്ജിൽ മാത്രം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കും. അതൊരു വാട്ടർ സീൽ ഗമ്മാണ്. വൈകുന്നേരങ്ങളിൽ വെയിലെല്ലാം മാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇരിക്കാനും ചെറിയ ചായയൊക്കെ കുടിക്കാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് റീഡിങ്ങിനോ ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെയറും ടേബിളും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക്